അറിവായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അറിവ്, ഓരോരുത്തർക്കുള്ള അറിവ് വേറെ വേറെ അറിവാണോ ഒരറിവാണോ? തീർച്ചയായും പോട്ട്. എൻ്റെ പേരെന്താ? ദിയ. ദിയയുടെ അറിവ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഹാളിൽ ഇരിക്കുന്നു. നിനക്ക് നിന്നെപ്പറ്റി അറിയാം. ഇപ്പോൾ എന്താണ് അത്? പ്രകാശമാണ്. അറിഞ്ഞൂടെ? അറിയാം. ഇനി ഈ ചുറ്റും നമുക്ക് ഇവരെല്ലാം കണ്ടൂടെ? കാണാം. ഇവരൊക്കെ നിൻ്റെ അറിവിനകത്തോ പുറത്തോ എപ്പോഴും? ഇവരൊക്കെ നിൻ്റെ അറിവിനകത്തോ പുറത്തോ? അറിയോ കുട്ടി? അത് തന്നെ. ഇപ്പോൾ നിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് കേൾക്കാൻ വയ്യ. തട്ടാമല. അപ്പോൾ തട്ടാമല ഇരിക്കുന്ന വീട്ടിനെ പറ്റി സങ്കല്പിക്കാൻ പറ്റുമോ? മനസ്സിൽ കാണാൻ പറ്റുമോ? ഇല്ലേ? അപ്പോൾ ആ വീടിനകത്തോ നിൻ്റെ അറിവിനകത്തോ പുറത്തോ? അകത്ത് തന്നെ. ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും കേരളത്തെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. അറിഞ്ഞൂടെ? അപ്പോൾ കേരളം എല്ലാം നിൻ്റെ അറിവിനകത്തോ പുറത്തോ? അകത്ത് തന്നെ. അപ്പോൾ നിന്നെ കുറേ അറിവ് വളർന്നതിലൂടെ പോയേ. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ പറ്റി ഒരുപാട് അറിഞ്ഞൂടെ? ഇപ്പോൾ തിരഞ്ഞെടുപ്പെല്ലാം നടക്കുന്നു. അപ്പോൾ ഇന്ത്യ രാജ്യം നിൻ്റെ അറിവിനകത്തോ പുറത്തോ? അകത്ത് തന്നെ. അപ്പോൾ നിൻ്റെ അറിവ് അതുവരെ വളർന്നേ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ രാജ്യം. അറിഞ്ഞൂടെ? അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡം മുഴുവൻ എൻ്റെ അറിവിനകത്തായോ അത് പുറത്താണോ? അറിവിനകത്തല്ലേ? ഏഷ്യ ഭൂഖണ്ഡം ഈ ആകെയുള്ള ഭൂമിയുടെ അകത്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭൂമി മുഴുവൻ നിൻ്റെ അതിനെപ്പറ്റി നീ അറിയുന്നില്ലേ? ഉണ്ടോ? അപ്പോൾ ഭൂമി അത്രത്തോളം നിൻ്റെ അറിവ് വളർന്നില്ലേ? ഈ ഭൂമി എന്ന് പറയുന്നത് പിന്നെ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന എത്ര ഗ്രഹമാണ്? 8 ആ 8 ഗ്രഹങ്ങളിൽ ഒന്നാണ് ഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിനെല്ലാം കൂടെ ചേർത്ത് എന്ത് പറയും? സോളാർ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ സോളാർ സിസ്റ്റത്തോളം എൻ്റെ അറിവ് വളർന്നുമില്ലേ? വളർന്നു. അയ്യോ, ഈ സോളാർ സിസ്റ്റം നിൽക്കുന്നതെന്ന് അനന്തമായ ഒരു ലോകത്താണ്. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്രത്തോളം നിൻ്റെ അറിവ് വളർന്നു. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത്രത്തോളം നിൻ്റെ അറിവ് വളർന്നില്ലേ? വളർന്നോ? അപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് പോയാൽ ഏതുവരെ വളരാം? അനന്തമായിട്ട് വളരാം, അവസാനമില്ലാതെ, അല്ലേ? അപ്പോൾ ആ അവസാനമില്ലാത്ത ഇൻഫിനിറ്റി വരെ നിൻ്റെ അറിവ് വളർന്നോ ഇല്ലേ? വളർന്നോ? എത്ര ഇൻഫിനിറ്റി ഉണ്ട്? കേരളത്തിലെ പഠിക്കുന്നത് 7 ഒരു ഇൻഫിനിറ്റിയോ ഒന്നിലധികം ഇൻഫിനിറ്റി ഉണ്ടാകാൻ സാധ്യമല്ല. സാധ്യമാണോ? ആണോടോ? അല്ല. അപ്പോൾ ഇൻഫിനിറ്റിയോളം വളർച്ചയുള്ളതാണ് നിൻ്റെ അറിവ് എന്ന് വന്നാൽ ആ ഇൻഫിനിറ്റി ഒന്നാണ്, 2
ആൻഡ് ഇൻഫിനിറ്റി ഉണ്ടാകാൻ സാധ്യമല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായ ഒരു ബോധമാണ് നമ്മിൽ ഞാനായിരിക്കുന്നത് എന്ന് പറയുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം അതിനകത്തോ പുറത്തോ ഇൻഫിനിറ്റിയോളം വളർന്ന ഞാനെന്നുള്ള അറിവിൻ്റെ അകത്താണോ പുറത്താണോ ഈ കാണുന്നതെല്ലാം? അകത്താണ് അല്ലേ? ഓ, അപ്പോൾ എത്ര അറിവുണ്ട്? എത്ര അറിവുണ്ട്? ഇൻഫിനിറ്റി വരാൻ കാണുന്ന അറിവ് എത്രയുണ്ട്? ഒന്നല്ലേ ഉള്ളൂ.